ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം 2ാമത്തെ ചാപ്റ്ററാണ്. 34ാമത്തെ ശ്ലോകം. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർമരണാദതിരിച്യതേ. പേടിച്ചടർ വെടിഞ്ഞെന്നായി ബോധിച്ചിടും മഹാരഥർ, മാനിച്ചിരുന്ന വീരന്മാർ മാനക്കേടു നടിച്ചിടും. അന്വയം പറയാം. അഭിച്ച ഭൂതാനി തേ അവ്യയാം അകീർത്തിം കഥയിഷ്യന്തി. ജനങ്ങൾ നിന്നെപ്പറ്റി ദുഷ്കീർത്തി പറഞ്ഞു വരുത്തും. സംഭാവിതസ്യ അകീർത്തി മരണാത് അതിരിച്യതേ. ഒരു ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് നീ. അപ്പോൾ അപകീർത്തി വരികയാണെങ്കിൽ അത് മരണത്തേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധത്തിന് തയ്യാറാവുമെന്നാണ് പറയുന്നത്. അർജുനൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ക്ഷത്രിയനാണ്. അപ്പോൾ നീ യുദ്ധത്തിന് വരില്ല എന്ന് പറയുകയാണെങ്കിൽ, അതായത് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആണല്ലോ ഇരിക്കുന്നത്, വിഷണ്ണനായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉപദേശങ്ങളും കൃഷ്ണൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടോ എന്ന്. അപ്പോൾ ജനങ്ങൾ നിന്നെ പറ്റിയിട്ട് അകീർത്തി പരത്തും, ദുഷ്കീർത്തി വെറുതെ പറഞ്ഞു പരത്തും. അത് പൊതുജനങ്ങളുടെ ഒരു സ്വഭാവമാണ് അല്ലേ. ഒരാളെ പറ്റി പൊതുവെ നല്ലത് പറയാൻ എല്ലാവർക്കും വിഷമാണ്. പക്ഷേ അവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു വരുത്താൻ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റാണ്. ഞാൻ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഒരു കുട്ടി ചിലപ്പോൾ വേറൊരു കുട്ടിയുടെ പെൻസിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കൗതുകം തോന്നി പല ഷേപ്പിലൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരുകയും ഫോറിൻ അച്ഛൻ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ കണ്ടാൽ മറ്റുള്ള കുട്ടികൾക്ക്, അത് കിട്ടാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ അത് എടുക്കണം എന്നൊരു ആശയമൊക്കെ വരും. അത് നല്ല കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനത്തത് അവരുടെ കയ്യിലില്ലെങ്കിൽ ഒരു കൗതുകം തോന്നും. അപ്പം ചിലപ്പോൾ എടുത്തുവെന്ന് വരും. അപ്പം നമ്മൾ പിന്നീട് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നും പിന്നെ കള്ളനാണ്. പിന്നെ ഒരു കുട്ടി പോലും അവൻ നല്ലതായിരുന്നു പക്ഷെ ആരും വിശ്വസിക്കില്ല. പിന്നെ അവൻ കള്ളനല്ലേ, ആ പേര് മാത്രമേ പറയുള്ളൂ. എനിക്ക് പല സന്ദർഭങ്ങളിലും അങ്ങനെ പിള്ളേരുടെ മുന്നിൽ തോന്നിയിട്ടുണ്ട്. പാവം കുട്ടികളെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനായിരിക്കും എടുത്തത് കൗതുകം കൊണ്ട്, പക്ഷേ പിന്നെ ദുഷ്കീർത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കൽ കട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേര് കള്ളൻ തന്നെയാണ്. അതേപോലെ നീ എത്ര ശ്രേഷ്ഠനായിട്ടുള്ള ക്ഷത്രിയനാണ് അർജുന, എന്നിട്ട് നിനക്ക് എന്തെല്ലാം എല്ലാ ജനങ്ങളും നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. എത്രയോ രാജാക്കന്മാർ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വളരെ വിശേഷമായിട്ടുള്ള ഒരു പദവിയാണ് നിനക്കുള്ളത്. എന്നിട്ട് നീ ഇപ്പോൾ ഇവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ, ഈ യുദ്ധം ഞാൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ പറ്റിയിട്ട് ദുഷ്കീർത്തി മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും ബഹുമാന്യനായിട്ടുള്ള ഒരാൾക്ക് ഈ ദുഷ്കീർത്തി വരിക എന്ന് പറഞ്ഞാൽ അതാണ് മുന്നിൽ നിൽക്കുക. നിൻ്റെ സൽകീർത്തിയൊക്കെ അവിടെ പിന്നിലേ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരശുരാമൻ മുതലായിട്ടുള്ള എല്ലാവരാലും നീ മറ്റു രാജാക്കന്മാരാലും ഒക്കെ ബഹുമാനിക്കപ്പെട്ടതല്ലേ നീയെ, എന്നിട്ട് ഇങ്ങനെ ദുഷ്കീർത്തി വിളിച്ചു വരുത്തണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് മരണത്തേക്കാൾ മോശമാണ് കേട്ടോ. ഈ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അർജുനനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ഭഗവാൻ. ഇനി അടുത്ത പദ്യത്തിൽ 35ാമത്തെ പദ്യം. ഭയാദ്രണദുപരദം മംസ്യന്തി ത്വാം മഹാരഥ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. വീണ്ടും അതുതന്നെയാണ് പറയുന്നത്. ചീത്തപ്പേരുളവായിടും നിത്യമായി ഭൂവിലെങ്ങുമേ ചീത്തപ്പേരഭിജാതർക്കോ മൃതിയേക്കാൾ ഭയാനകം. ത്വാം ഭയാദ്രണാദുപരദം മഹാരഥ മംസ്യന്തേ. നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് എല്ലാവരും വിചാരിക്കുള്ളൂ. യേഷാം ത്വം ബഹുമതഃ ഭൂത്വ ലാഘവം യാസ്യസി ച.
ആരൊക്കെയാണോ നിന്നെ ബഹുമാനിച്ചിരുന്നത്, ബഹുമാന്യനാണ് ഇയാൾ ബഹുമാന്യനാണെന്ന് ഭവിച്ചിട്ടുണ്ടായിരുന്നേ, അവരുടെ ദൃഷ്ടിയിലൊക്കെ നീ ഇപ്പോൾ വെറും നിസ്സാരക്കാരനായിട്ട് മാറും. ഇത് വേണോ അർജുന എന്നാണ്. ലോകം മുഴുവനും നിന്നെ പഴിക്കും, യാതൊരു സംശയവുമില്ല. നിൻ്റെ പേര് അങ്ങനെ ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മായ്ച്ചാലും മാറാൻ പോകുന്നില്ല. കാരണം അത് തന്നെ മുന്നിട്ട് നിൽക്കുള്ളൂ, എല്ലാവരും അത് തന്നെ പറഞ്ഞു വരുത്തും. നിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മഹാരഥന്മാരൊക്കെ അല്ലേ, അവരൊക്കെ നിന്നെ പരിഹസിക്കില്ലേ, നീ ഭീരുത്വം കൊണ്ട് ഓടിപ്പോയതാണ് എന്നവർ പറയും. എന്തിനാണ് ഇത് കേൾക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പേടിച്ചിട്ട് നീ ഓടിപ്പോയതാണെന്ന് പറയും. നീ വെറും ഭീരുവാവും, അവരുടെ മുന്നിലൊക്കെ ഭീരുവാവും. നീ ഒരു ക്ഷത്രിയനല്ലേ, നിൻ്റെ സ്വധർമ്മം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞൂലേ, നിൻ്റെ സ്വധർമ്മം നീ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ ഇങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ അത് ക്ഷത്രിയൻ എന്നുള്ള വംശത്തിന് തന്നെ, അതായത് ക്ഷത്രിയന്മാർക്ക് എല്ലാവർക്കും തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് അർജുന അതിന് നിൽക്കല്ലേ, നീ ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് ഭഗവാൻ ഒന്നും കൂടെ ഉപദേശിക്കുകയാണ്. ഇനി 36-ാമത്തെ ശ്ലോകം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിത നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം नु കിം. ഇല്ലാവചനമെപ്പേരും ചൊല്ലിടും ശത്രുവർഗവും നിൻഗുണങ്ങളെ നിന്ദിക്കും തിന്മയെന്തതിലപ്പുറം. വീണ്ടും വീണ്ടും ഇങ്ങനെ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് തന്നെ കുറച്ചും കൂടെ തെളിച്ച് പറയാണ്. തവ അഹിതാഹ തവ സാമർഥ്യം നിന്ദതഃ ബഹൂൻ അവാച്യവാദാൻ വദിഷ്യന്തി ച തത ദുഃഖതരം കിം നു. നിൻ്റെ ശത്രുക്കൾ നിൻ്റെ കഴിവ് കണ്ടിട്ട് കഴിവിനെ നിന്ദിക്കാൻ തുടങ്ങും. പറയാൻ കൊള്ളരുതാത്ത വാക്കുകളായിരിക്കും പറയുന്നത്. അയ്യോ അതൊക്കെ എങ്ങനെയാണ് നീ കേൾക്കുന്നത്? അത്രേ പറയുള്ളൂ അവർ. കാരണം എപ്പോഴും അതേലേ, നമുക്ക് മറ്റുള്ളവരെ ദുഷിക്കാനൊരു സന്ദർഭം കിട്ടിയാൽ ഇനി നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത എല്ലാ ചീത്ത വാക്കുകളും നമ്മുടെ വായിൽ വരും. അതേപോലെ എല്ലാവരും നിന്നെ പറയാൻ പറ്റാത്ത വാക്കുകളെ കൊണ്ടായിരിക്കും നിന്നെ ചീത്ത പറയാൻ പോകുന്നത്. അതിൽ പരം ദുഃഖം എന്താണ് ഉള്ളത്? അപ്പോൾ അർജുനന് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ വലിയ വലിയ മഹാന്മാർ ആത്മാവ് വേറെയാണ് ദേഹി വേറെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ ലൗകികമായിട്ട് ജീവിക്കുന്ന അർജുനനെ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക സാധാരണ കാഴ്ചപ്പാടാണല്ലോ. ആ ലൗകികൻ്റെ കാഴ്ചപ്പാടിന് നിരക്കുന്ന അങ്ങനെ വാദിക്കുമ്പോൾ അർജുനന് കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ടോ എന്ന് കൃഷ്ണന് സംശയം തോന്നി. അതായത് നല്ലത് തന്നെ, കുറച്ച് ഉത്സാഹം കൂടുന്നുണ്ടോയെന്ന്. അപ്പം വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, ഈ യുദ്ധക്കളത്തുനിന്ന് ഓടിപ്പോകാനുള്ള തീരുമാനം ഉണ്ടല്ലോ അത് വെറും വിവേകശൂന്യാട്ടോ, പരിഹാസ്യമാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് തന്നെ പറയാണ്. അർജുന, നീ പേർ പുകഴുന്നതാണ്, അതായത് വളരെ ഫേമസാണ്. അർജുനൻ്റെ ശൂരപരാക്രമങ്ങൾ വളരെ ഫേമസാണ്. അയ്യോ, എന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ യുദ്ധം വിട്ട് ഓടിപ്പോയി എന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്തില്ലേ? അവർ എന്തൊക്കെ ഭാഷയാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നിന്നെ നിന്ദിക്കാൻ കിട്ടിയ ചാൻസാണ്. കിട്ടിയ ചാൻസിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൗരവർ പരമാവധി നിന്നെ തരം താത്താനായിട്ട് നോക്കും. അപ്പം ബന്ധുസ്നേഹം കൊണ്ടാണ് നീ ഓടിപ്പോയതെന്ന് ഒരാളും പറയാൻ പോകുന്നില്ല. എല്ലാവരും അത് മറക്കുകയും ചെയ്യും. കാരണം നീ സത്യം പറയാച്ചാൽ നീ ഇപ്പോൾ ബന്ധുക്കളെ എങ്ങനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അത് സത്യമല്ലേ? നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും അറിയാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു ചീത്ത കാര്യം മുന്നിട്ട് നമ്മൾ എത്രയൊക്കെ സമർത്ഥിച്ച് വാദിച്ചാലും ശരി, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. സത്യം അവിടെ തന്നെ കിടക്കും. ദുഷിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ വന്ന തെറ്റാണ് മറ്റുള്ളവരെ എടുക്കുള്ളൂ, ശരി ഒരിക്കലും എടുക്കില്ല. അപ്പം അതുകൊണ്ട് നീ അതിന് നിൽക്കണ്ട. യുദ്ധക്കളത്തുനിന്ന് പേടിച്ചോടിയ വില്ലാളി വീരൻ അതാ പോണു എന്നും പറഞ്ഞ് നിന്നെ പരിഹസിക്കാൻ തുടങ്ങും കേട്ടോ. ഇത് കേട്ടിട്ട് ജീവിക്കണോ? കഷ്ടം, നാണക്കേട് തന്നെയാണ്. കാരണം നിന്നിൽ അസൂയാലുക്കൾ ധാരാളം ഉണ്ട് കേട്ടോ, നിന്നോട് അസൂയുള്ളവർ. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഇത് കേൾക്കണോ? അതാ വില്ലാളി വീരനാണ് അത്ര അർജുനൻ. ഇത് കേൾക്കാൻ നിൽക്കണോ? അതിനേക്കാൾ നല്ലത് മരിക്കുകയല്ലേ, യുദ്ധം ചെയ്ത് മരിക്കുകയല്ലേ. അതുകൊണ്ട് അർജുന, നീ ഇതിന് നിൽക്കാൻ പാടില്ല. കാരണം പരശുരാമനിൽ നിന്ന് പാശുപത
പാശുപതാസ്ത്രം വാങ്ങിയിട്ടുണ്ട്, ഗാണ്ഡവദഹനമുണ്ട്, ദ്രൗപദിയെ കൈക്കലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിൻ്റെ വീരശൂര പരാക്രമങ്ങളാണ്. അതൊക്കെ അതൊക്കെ അദ്ദേഹം എങ്ങനെയോ നേടിയതാണ് കള്ളത്തരത്തിൽ, അല്ലാണ്ട് അദ്ദേഹത്തിന് കഴിവുണ്ടായിട്ടൊന്നുമല്ല. ഇതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞു വരുത്താൻ പോകുന്നത്. പരമാവധി നിന്നെ ദുഷിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് അർജുന ഇത് കേൾക്കാൻ നിൽക്കരുത്, അത് നാണക്കേടാണ്. എണീക്കൂ, യുദ്ധം ചെയ്യാൻ ഉത്സാഹം കാണിക്കൂ, എണീക്കൂ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കൃഷ്ണൻ. ഇനി അടുത്ത ശ്ലോകം 37ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. മരിച്ചാൽ സ്വർഗമേറിയിടാം, ജയിച്ചാൽ ഭുവനങ്ങളും, അതോർത്തു യുദ്ധം ചെയ്യുവാനായി ഒരുങ്ങിയിടുക ഫൽഗുന. ഹതഹ വാ സ്വർഗം പ്രാപ്സ്യസി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം. ജിത്വാ വാ, ജയിക്കുകയാണെങ്കിലോ, മഹീം ഭോക്ഷ്യസി, ഈ ഭൂമി മുഴുവനും അനുഭവിക്കാം. തസ്മാത് കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ. അതുകൊണ്ട് അർജുന, ദയവ് ചെയ്തിട്ട് യുദ്ധം ചെയ്യാൻ തന്നെ ഒരുങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് മറക്കാതെ യുദ്ധത്തിന് വേണ്ടി ഉത്സാഹിക്കൂ. യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വീരസ്വർഗം പ്രാപിച്ചു എന്ന് പറയാം. അവിടുത്തെ ദിവ്യഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇനി ജയിച്ചാലോ, രാജാധിപത്യം കിട്ടും, രാജാവാം, എത്രയോ വലിയ ഭൂമി മുഴുവനും നിനക്ക് കിട്ടും, രാജഭോഗങ്ങൾ അനുഭവിക്കാം. മാത്രമല്ല ഇനി അവിടുന്ന് അതിന് ശേഷം മരിക്കുമ്പോൾ ധർമ്മരക്ഷകനായ വീരക്ഷത്രിയൻ എന്നുള്ള പേരൊക്കെ നിനക്ക് കിട്ടും. ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ സ്വർഗത്തിലാണ് നീ എത്താൻ പോകുന്നത് അങ്ങനെ ചെയ്താൽ. കാരണം സ്വധർമ്മം നീ അനുഷ്ഠിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടും നിനക്ക് നേട്ടമാണ് തരുന്നത്. അതുകൊണ്ട് ശോകമൊക്കെ കളഞ്ഞ് അർജുന, നീ അമ്പും വില്ലും താഴെയിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ ഇരിക്കുകയല്ല വേണ്ടത്. മൗഢ്യവും വിഷാദവും ഒക്കെ വിട്ടിട്ട് എഴുന്നേൽക്കൂ, യുദ്ധത്തിന് തയ്യാറാവൂന്ന് വീണ്ടും ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നും, യുദ്ധം ചെയ്യാനല്ലേ പ്രേരിപ്പിക്കുന്നത്? അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധത്തിനുള്ള ഒരു ആഹ്വാനമല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു യുദ്ധം അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ എന്ന് ചിലർക്കെങ്കിലും ചിലപ്പോൾ സംശയം തോന്നും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭഗവത്ഗീത നമുക്ക് തരുന്ന തത്വം എന്താ വെച്ചാൽ, എന്താണ് ഭഗവാൻ പറയുന്നത്? ആലസ്യവും വിഷാദവും ഒക്കെ കളഞ്ഞ് ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടെ നമ്മൾ ജീവിത പ്രശ്നങ്ങളെ നേരിടണം എന്നാണ്. അത് നമുക്ക് തരുന്നൊരു തത്വമാണ്. അർജുനനോട് പറയുന്നത് മാത്രമല്ല, നമ്മളോടും കൂടെ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കാതെ എല്ലാം നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് എന്ത് കാര്യം വന്നാലും അതിനെ നല്ല ധൈര്യത്തോടു കൂടി നേരിടൂ. നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ കർത്തവ്യങ്ങൾ നിറവേറ്റണം. എന്നാൽ മാത്രമേ, ഇന്നലെയും പറഞ്ഞു, എന്നാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കൂ. ഈ ഒരു ആഹ്വാനമാണ് ഈ ഭഗവത്ഗീത എന്നുള്ള ഉപദേശം. അതായത് ഉപദേശത്തിൻ്റെ സംഗ്രഹമാണല്ലോ അത് നമുക്ക് ഈ മാനവരാശിക്ക് മുഴുവനായിട്ടും സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്നത്. അപ്പോൾ അതിന് ദേശവുമില്ല, കാലവുമില്ല, പരിമിതികളൊന്നും തന്നെ ഇല്ല. എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ഈ ഗീതോപദേശം എന്ന് പറയുന്നത്. കാരണം ആർക്കും സ്വീകരിക്കാം. ഇതിൽ നല്ല നല്ല തത്വങ്ങളാണ് പറയുന്നത്. അർജുനനോടാണ് പറയുന്നത്. ഞാനെന്തിനാ കേൾക്കുന്നത്? അങ്ങനെയല്ല, അർജുനനോട് പറയുന്നതായിട്ട് ലോകത്തിനോട് മുഴുവനും ഉപദേശിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലതുപോലെ ജീവിക്കാനും ജീവിതത്തിൽ വിജയം നേടാനും വേണ്ടിയിട്ട് ആ ഒരു തത്വമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മൾ 37 ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി നാളെ വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.